നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ കാണിക്കുന്ന ചിത്രം മനസ്സിൽ നല്ലതുപോലെ വിചാരിക്കുക, എന്നിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിക്കുക. അതിനുശേഷം ഈ വായന കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഫോട്ടോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വായനയാണ്. ഇത്രയും കാലം ചെയ്ത വായനയെ പോലെയല്ല, കുറച്ചധികം വ്യത്യസ്തമായിട്ടുള്ള വായന തന്നെയാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ, അതായത് ഈ ഒരു ചിത്രം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുക, മനസ്സിൽ നല്ല രീതിയിൽ വിചാരിക്കുക. അതിനായി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പോസ് ചെയ്യാവുന്നതാണ്. പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ചിത്രം മനസ്സിലേക്ക് ഉൾക്കൊള്ളുക, നല്ല രീതിയിൽ സൂക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സങ്കല്പിക്കുക. ഈ ഒരു ചിത്രത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന സന്തോഷത്തോടു കൂടി കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി പിരിഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അകലത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരുന്നതായിരിക്കും. വിശ്വാസപൂർവം ഏറ്റെടുക്കാനായി ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ചിത്രം നല്ല രീതിയിൽ നോക്കി മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായനയിലേക്ക് കടക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം വിരഹ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഷമത്തോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളിലും നിങ്ങളെക്കുറിച്ചുള്ള ദുഃഖം തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരേ ഒരു വ്യക്തി ഈ വ്യക്തി തന്നെയായിരിക്കും. കാരണം ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള അത്രത്തോളം ദ്രോഹങ്ങൾ ഈ വ്യക്തി ഓരോന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിരഹദുഃഖം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയെ മറ്റു വ്യക്തികൾ ചേർന്നുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതായിട്ടും ഒറ്റപ്പെടുത്തുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളും കൂടെ അറിയുന്ന സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ ചിത്രം നോക്കിയും നിങ്ങളെക്കുറിച്ച് ഓർത്തും നിങ്ങളായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ടും ഓരോ നിമിഷവും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രണയത്തിനും പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ ഈ ഒരു വിരഹ ദുഃഖം അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കേണ്ടി വരുമായിരുന്നോ എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും ഈ വ്യക്തി ചുറ്റുപാടുമുള്ള മനുഷ്യരായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും വെക്കുന്നില്ല. മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുകയോ സ്നേഹത്തോടുകൂടി പെരുമാറാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് വളരെയധികം ദേഷ്യം കയറുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ടാകാം. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടാകാം. പലതരത്തിലുള്ള അടയാളങ്ങൾ ഈ വ്യക്തിക്ക് ദൈവമായിട്ടും പ്രപഞ്ചശക്തിയായിട്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ സാഹചര്യത്തിലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള
കരുതലും സ്നേഹവും അന്വേഷണവുമാണ് ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വളരെയധികം ദൂരത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം ദുഃഖവും ഒറ്റപ്പെടലുമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് ജേണി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലവർക്കും മുൻജന്മ ബന്ധമുള്ളതായിട്ടും കാണാം. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തിയുടെ ചിത്രം മനസ്സിൽ ഓർക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അത്രത്തോളം തളർന്നിട്ടുണ്ടാകാം. കാരണം ഈ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കും എന്നും വിഷമം തന്നെയാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ട പ്രാധാന്യം തരാതായപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഒരു ദേഷ്യം തന്നെയാണ് ഇവിടെ പ്രതിഫലനം ചെയ്യുന്നത്. നിങ്ങളെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹം അളവില്ലാത്ത സ്നേഹമായിരുന്നു. അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചില്ല. അതിൽ നിങ്ങൾ ഇന്ന് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയാണ് അതിലേറെ ദുഃഖവും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലും അനുഭവിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് കുതിച്ചുയർന്നു വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മെസ്സേജ് ചെയ്യാനോ നിങ്ങളെ വിളിക്കാനോ ഈ വ്യക്തിക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തി അന്വേഷണം നടത്തുന്നതായൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ആശ്വാസമേകുന്ന ചില മനോഹരമായിട്ടുള്ള വാർത്തകൾ ഈ വ്യക്തി കേട്ടതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ തന്നെ ആഗ്രഹിച്ചും ആലോചിച്ചും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്നുള്ള വാർത്ത ഈ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാകണം. കാരണം നിങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥ വഹിക്കുന്ന കുറച്ച് വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ വിവരങ്ങൾ നല്ല രീതിയിൽ ശേഖരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ആ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാം? ആ ഒരു അസംതൃപ്തിയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ദൈവങ്ങളെയും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെയും ഭക്തിയും വിശ്വാസവും ഇല്ലാതിരുന്ന ഈ വ്യക്തി ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെയധികം അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരമുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ അഹങ്കാരം കൊണ്ട് നിങ്ങളും പലതും അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഭൂമിയോളം താഴ്ന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭൂമിയോളം താഴുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തിക്ക് തിരിച്ചു വന്ന് ക്ഷമാപണം നടത്തണം എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ ഒരിക്കലും പോകരുത്. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ കടിഞ്ഞാണിട്ടു എന്ന് വരാം. അതുകൊണ്ട് ഈ വ്യക്തി തിരിച്ചറിയട്ടെ ഓരോ കാര്യങ്ങളും. പ്രപഞ്ചശക്തി അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ടൊരു കുടുംബജീവിതം വേണം, നിങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്തയിലേക്ക് വരെ എത്തി നിൽക്കുന്നു. കാരണം നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ തന്നിരുന്ന സ്നേഹം മുഴുവനുമായിട്ട് ഈ വ്യക്തി അനുഭവിച്ച് 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്ന് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രണയബന്ധമായിരുന്നു ഇത്. പക്ഷേ ഈ വ്യക്തിയുടെ ഈ അഹങ്കാരം, ധാർഷ്ട്യം, തന്നിഷ്ടം, സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുക, എടുത്തുചാട്ടം, അഹങ്കാര വർത്താനം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല അർഹിക്കപ്പെട്ട കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും മുഴുവനുമായി നഷ്ടപ്പെട്ടു പോയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തിരിച്ചറിവിന് കടിഞ്ഞാണിട്ടുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളെന്ന് പറയുന്നത് ഒരു പ്രണയത്തേക്കാൾ ഉപരി ക്ഷമയുടെയും അറിവിൻ്റെയും സഹനശേഷിയുടെയും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെയും ഒരു പാഠമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം
ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിലേക്ക് എടുത്തിട്ടില്ല. കാരണം ഈ വ്യക്തിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. നിങ്ങളിൽ നിന്നും ആ ഒരു നഷ്ടമുണ്ടായപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം, പ്രാധാന്യം എല്ലാം ഈ വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങിയത്. നിങ്ങളെന്ന് പറയുന്നത് വലിയൊരു പാഠം തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വായന എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. മെസ്സേജ് ചെയ്താൽ മതി, വിളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.